ഹലോ മൈ ചിൽഡ്രൻ, ഹൗ ആർ യു ഓൾ? എല്ലാവരും ഉഷാറായിരിക്കും വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ഉഷാറായിട്ട് കാണുന്നുണ്ടെന്ന് അറിഞ്ഞു. വളരെ സന്തോഷം. തുടർന്നും കാണുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകളെല്ലാം പതിവ് പോലെ ഇങ്ങ് പോന്നോട്ടെ. എനിക്കപ്പോൾ 2-3 കമൻസിൽ ഞാൻ മനസ്സിലാക്കി, ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്, കേൾക്കുന്നതൊക്കെ വളരെ വ്യക്തമാവുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. വളരെ സന്തോഷം. പക്ഷേ അതിലൂടെ ഞാൻ അറിഞ്ഞു, ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എഴുതുന്ന സമയത്ത് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, എഴുതുമ്പോൾ തെറ്റി പോവുകയാണ്, എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ കംപ്ലൈൻസ് ഉള്ളവരുണ്ട് അല്ലേ. അപ്പം നമ്മുടെ കയ്യിൽ ആശയങ്ങളുണ്ട്, നമ്മുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ട്. പക്ഷെ അത് പേപ്പറിലേക്ക് നമ്മൾ എഴുതുമ്പോൾ എവിടെയൊക്കെയോ ഒരു തടസ്സം. എൻ്റെ മനസ്സിൽ കുറച്ച് സെന്റൻസുകളും ആൻസേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പേപ്പറിലേക്ക് എഴുതുമ്പോൾ എനിക്ക് വൃത്തിയായി എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വരുന്നില്ല, ഒരു ഫ്ലോ ഇല്ല. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. ഒരു പേടിയും പേടിക്കണ്ട, ആ പ്രശ്നം പരിഹരിക്കാനുള്ള തുടക്കമാണ് ഈ ക്ലാസ്. ഓക്കെ, ഇന്നതിന്റെ തുടക്കം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയട്ടെ. ഇപ്പം നമുക്ക് എന്താണെന്നറിയാമോ, കുറച്ചൊക്കെ വെക്കാബുലറി നമ്മുടെ കയ്യിലുണ്ട്, കുറച്ചൊക്കെ ഇംഗ്ലീഷ് നമുക്ക് സ്വയം എഴുതാനും അറിയാം. പക്ഷെ എന്നാലും ഒരു ഫ്ലുവൻസി ഇല്ല എഴുത്തിൽ. ആ എഴുത്തത് ഒഴുക്കോടുകൂടി എഴുതാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നറിയാമോ, ചില ഗ്രാമർ കുഞ്ഞു സംഭവങ്ങളുണ്ട്. നമ്മൾ എഴുതാനായാലും സംസാരിക്കാനായാലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ട്. ഇവരേനായിട്ടുള്ള ഒരു പരിചയക്കുറവ്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി എടുത്തത് മിസ്റ്റേക്സ് മിസ് പറയില്ല, ഒരു വ്യക്തത ആയിരിക്കാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ കുറവ് കാരണമാണ് നമുക്ക് ആ ഫ്ലുവൻസി ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്, നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ ഒരുപാട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്നാൽ വേണ്ട വിധം അറിഞ്ഞില്ലെങ്കിൽ ഇവനെ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇവനെ അറിഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ ആരാണ്? ഓക്കെ, ഇഫ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ ഈ കൺജങ്ഷൻ കേട്ടിട്ടുണ്ടല്ലോ? യെസ്, നമുക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ച്. കൺജങ്ഷൻ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരു കാറ്റഗറിയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും. 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, 8 ടൈപ്സ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. നൗൺ, വെർബ്, പ്രൊനൗൺ, ആഡ്വർബ്, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ, എക്സെട്ര. ബട്ട് നമ്മൾ തിയററ്റിക്കലായിട്ടൊക്കെ നമുക്ക് അറിയായിരിക്കും. അപ്പൊ കാര്യങ്ങൾ അറിയാം, പക്ഷെ എങ്ങനെ ഇവനെ ഉപയോഗിക്കണം എന്ന് അറിയുന്നതിൽ ചിലപ്പോൾ അത്ര വ്യക്തത ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അങ്ങനെ തിയററ്റിക്കലി പോകുന്നില്ല. ഓക്കെ, നമ്മൾ പോകുന്നത്, നമുക്ക് ആവശ്യമുള്ളവരെ നമ്മൾ എടുക്കുന്നു, അവനെ വ്യക്തമായി അരച്ച് കലക്കി കുടിക്കുന്നു. ഇവനെ എങ്ങനെയൊക്കെ എനിക്ക് ഉപയോഗിക്കാം, ഇവനെ എങ്ങനെയൊക്കെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പരിപാടി. എന്നിട്ട് എഴുതുമ്പോൾ, എസ്സേ എഴുതുമ്പോൾ, ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ, പാരഗ്രാഫ് എഴുതുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ട്, വെയിറ്റിംഗിലാണ്. അപ്പൊ ആദ്യം ഞാൻ എടുക്കുന്നത് ഇഫ് എന്ന് പറയുന്ന കൺജങ്ഷനെയാണ്. ഇനി കൺജങ്ഷൻ എന്താണെന്ന് അറിയാത്തവരുണ്ടോ? എല്ലാവർക്കും അറിയാം. ഓക്കെ, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ഓർത്തെടുക്കാം, ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ, കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അതായത് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഇത് കണ്ടിട്ടുണ്ടോ, മറ്റേ എന്താ പറയാ, വെള്ളം പോകാനുള്ള പമ്പ്. ഐ മീൻ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ പ്ലംബേഴ്സ് വന്നിട്ട് പമ്പ് ഇടില്ലേ, വെള്ളം പോകാൻ വേണ്ടിയിട്ട്, പൈപ്പിൽ നിന്ന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ആ പമ്പ്, ഇങ്ങനെ ഒരു പമ്പുണ്ട് ഹൊറിസോണ്ടലായിട്ട്. വേർട്ടിക്കലായിട്ട് ഒരു വേറൊരു പമ്പുണ്ട്, ഇതിൽ കൂടെ വെള്ളം പാസ് ചെയ്യണേ. പക്ഷെ ഈ ഹൊറിസോണ്ടൽ പമ്പിനെയും വേർട്ടിക്കൽ പമ്പിനെയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഫ്ലുവന്റ് ആയിട്ട് അങ്ങോട്ട് ഒഴുക്കി അങ്ങ് പോവോ? ഇല്ല. അതിനെന്ത് വേണം, ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. പക്ഷേ എന്റെ വര കുറച്ച് പ്രശ്നക്കാരനാണ്, നല്ല കുഴപ്പമില്ല. ഓക്കെ, ഇതൊരു പമ്പാന്ന് വിചാരിക്കണേ. ആൻഡ് ദിസ് ഈസ് another പമ്പ്. ഓക്കെ, വെരി സോറി ഫോർ ദിസ് ഡ്രോയിങ്. ഓക്കെ, ഇവരെ രണ്ടുപേരും ഇങ്ങ് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോവോ? ഐ മീൻ, വെള്ളം നന്നായി ഒഴുകി പോവോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇവരെ രണ്ടുപേരെയും എങ്ങനെ വരക്കുറവ്, ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു എൽബോ പറഞ്ഞൊരു സാധനം ഉണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് നിങ്ങളുടെ ഉള്ളിൽ കണക്ട് ചെയ്യും. എന്റെ ഈ ഡ്രോയിങ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 2 പൈപ്പുകളെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൽബോ എന്ന് പറയും. ഒരു എൽ ഷേപ്പിലുള്ള കുഞ്ഞു പൈപ്പ് കണ്ടിട്ടില്ലേ, വീട്ടിൽ പണിക്കാരൊക്കെ പണി ചെയ്യുമ്പോൾ? യെസ്, അതെന്താ, ഈ 2 പൈപ്പിലൂടെ പോകുന്ന വെള്ളത്തിനെ ഒന്നാക്കി അങ്ങ് നല്ല ഒരു തടസ്സമില്ലാതെ അങ്ങ് പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ആര്? കൺജങ്ഷൻ. അപ്പൊ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺജങ്ഷൻ അറിയാം, എൽബോ അല്ലേ. അതായത് 2 സെന്റൻസ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ 2 സെന്റൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിനെ ഒരു സെന്റൻസ് ആക്കണം. ഒരു ഒഴുക്കോടുകൂടി അങ്ങ് പോണത്,
ആ തടസ്സം നീക്കാൻ വേണ്ടി നിങ്ങൾ ഈ രണ്ട് സെന്റൻസുകളുടെ ഇടയിൽ വെച്ച് കൊടുക്കുന്ന ചില വേർഡ്സുകളുണ്ട്. അതാണ് എന്ത്? കൺജങ്ഷൻ. കൺജങ്ഷൻ എന്താന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇതിനൊരു ഡൗട്ട് വേണ്ട. വളരെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കുറച്ച് വേർഡ്സ് ഉണ്ട്. ബട്ട്, വിത്ത്, ആൻഡ് ഇതൊക്കെ അതിൽ വരും. കൺജങ്ഷൻ ആണ്. ഇഫ് കൺജങ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ തുടർന്നുള്ള നമ്മുടെ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കൂടുതൽ അറിയും. നോ വറീസ്. പക്ഷെ ഇത്രയും മനസ്സിലാക്കുക. അപ്പൊ രണ്ട് സെന്റൻസുകൾ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾക്ക് അതിനെ യോജിപ്പിക്കണം. അതിനിടയിൽ നിങ്ങൾ എന്ത് വെക്കും? യെസ്, ഒരു കൺജങ്ഷൻ വെക്കും. അപ്പൊ സെന്റൻസ് ഒന്നെങ്കിൽ ചെറുതായി ആളൊന്ന് വൃത്തിയായി ഒഴുങ്ങി അങ്ങ് പോയിക്കോളാം. ഒരു ഫ്ലുവൻസി അവിടെ നിങ്ങൾക്ക് കിട്ടും. ഇത്രയുള്ള കൺജങ്ഷന്റെ പണി. ബട്ട്, ഇഫ്, ദോ, ഓൾദോ, ഈവൻ ഇഫ്, ആൻഡ് what else? Yeah, there is a lot of conjunctions, you know. So this is called as conjunction. അപ്പൊ കൺജങ്ഷൻ പറയുമ്പോൾ എൽബോ ബൈ പുറക്ക. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇഫിലേക്ക് വരാം. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, പരിചയമുള്ള ആളാണ്. എന്നാലും എങ്കിൽ എന്നാണ് അർത്ഥം. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ് മലയാളത്തിൽ അർത്ഥം. ഓക്കെ, എങ്കിൽ, എന്നാൽ, ഇതൊക്കെ ഇഫിന്റെ അർത്ഥമാണ്. ഓക്കെ, അതൊരു കൺജങ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇവനെ എപ്പോഴെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എപ്പോഴെല്ലാം നല്ല വൃത്തിയായി ഇവനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അതാണ് അറിയാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം പറയണം. അതൊരു പോസിബിലിറ്റി, ഒരു സംഭവത്തിന്റെ പോസിബിലിറ്റി, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിന്റെ പോസിബിലിറ്റിയെ കൂടുതൽ എംഫസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇഫ് ഉപയോഗിക്കാം. അയ്യോ, എന്തൊക്കെ മിസ് പറയണമെന്ന് മനസ്സിലാവില്ലല്ലോ. ഒക്കെ വിട്ടേക്കും. എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം. If you work hard, you will get good results. Okay, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. If you work hard, you will get good result. അപ്പൊ ഇവിടെ മിസ് ഇഫ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇഫ് പറഞ്ഞ എങ്കിലാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ പോസിബിലിറ്റി, അതായത് നീ നന്നായി വർക്ക് ചെയ്താല്, നന്നായി ഹാർഡ് ചെയ്തിട്ട് നീ പഠിച്ചാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പഠിക്കുകയാണെങ്കിൽ, എങ്കിൽ എന്നുള്ള ആ ഒരു അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഇഫ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ഞാനൊരു പോസിബിലിറ്റി അല്ലേ പറയുന്നത്. ഓക്കെ, നീ നന്നായി പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആ പോസിബിലിറ്റി അല്ലേ ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? ഇഫ് ഉപയോഗിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ്, യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട്. അപ്പൊ അവിടെ എങ്കിൽ എന്നുള്ള അർത്ഥവും വന്നു, ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് യു ഹാവ് ഇനഫ് മണി, യു ക്യാൻ ബൈ എ കാർ. ഓക്കെ, നിന്റെ അടുത്ത് അത്യാവശ്യം കാശൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ബൈ എ കാർ. നിനക്കൊരു കാർ വാങ്ങിക്കാം, എന്താ കുഴപ്പം? സി, അപ്പൊ ഇഫ് വന്നത് കണ്ട. ഓക്കെ, അതുപോലെ തന്നെ കൺജങ്ഷൻ ആണ്. മിസ് പറഞ്ഞില്ലേ രണ്ട് സെന്റൻസിന്റെ ഇടയിൽ വെക്കണം എന്നൊക്കെ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അങ്ങനെയും വെക്കാം, ഒരു പ്രശ്നം പറ്റില്ല. ഓക്കെ, യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട് ഇഫ് യു വർക്ക് ഹാർഡ്. ഓക്കെ, യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് ഇഫ് യു സ്റ്റഡി വെൽ. നോ പ്രോബ്ലം, തെറ്റില്ല. ഓക്കെ, അപ്പൊ ആശയം മനസ്സിലാക്കുക, സെന്റൻസിന്റെ ആ ഒരു ഇത് കോൺട്രാസ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ അവിടെ ഇഫ് ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇഫ്, എങ്കിൽ, എന്നാൽ. യെസ്. ഇനി വേറൊരു ഇപ്പൊ ഒരു കണ്ടീഷനും കൂടിയാണ്, അല്ലെ? ഒരു കണ്ടീഷണൽ ക്ലോസ്, അതിൽ നമ്മൾ ഇഫ് ഉപയോഗിക്കുന്നു. അത് ഇതൊരു കണ്ടീഷൻ. ഇഫ് യു വർക്ക് ഹാർഡ്, യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. ഇഫ് യു ഹാവ് മണി, യു ക്യാൻ ബൈ എ കാർ. വെരി ഗുഡ്. നൗ ഒരു ക്വസ്റ്റ്യന്റെ സിറ്റുവേഷനിലേക്കും ഇഫിനെ നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാ നോക്കാം. വിൽ യു ബ്രിങ് മൈ ബുക്ക് if you go to upstairs? Will you bring my book if you go to upstairs? See, അതായത് നീ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്റെ ബുക്ക് ഒന്ന് എടുത്തോണ്ട് വരുമോ? നമ്മൾ ചോദിക്കാറുള്ള ചോദ്യം, കോമൺ ക്വസ്റ്റ്യൻ അല്ലേ? എടാ, നീ മുകളിലേക്ക് പോകാനെങ്കിൽ എന്റെ ബുക്ക് ഒന്ന് എടുത്തോട്ടാ. സി, സോ will you bring my book if you going to? യെസ്, നീ മുകളിലേക്കാണ് പോകുന്നത് വെച്ചോ, എന്റെ ബുക്ക് ഒന്ന് എടുത്തിട്ട് കൊണ്ടുപോവാ. നമ്മൾ എപ്പോഴും പറയാറുള്ള സെന്റൻസ്. എഴുതിക്കൂടെ? പറഞ്ഞൂടെ? യെസ്, വെരി ഗുഡ്. നൗ ആൻഡ് ഇനി അടുത്തത് റിപ്പോർട്ട് സ്പീച്ച്. റിപ്പോർട്ട് സ്പീച്ചിൽ എങ്ങനെ ഇഫ് വരും? റിപ്പോർട്ട് സ്പീച്ചിൽ നമുക്ക് ഇഫിനെ ആവശ്യമുണ്ടോ? ഓക്കെ, മറക്കരുത്, ഓർത്ത് വെക്കുക. ഇപ്പോ നമ്മൾ ഒരു ഡിറക്റ്റ് സ്പീച്ച് ഉണ്ടെങ്കിൽ പറയും ഡു യു ലൈക്ക് ഡോഗ്സ്, ഡു യു ലൈക്ക് ഡോഗ്സ്, ഡു യു ലൈക്ക് ഐസ്ക്രീം. ഇവിടെ ചോദിക്കാറുള്ള ചോദ്യം അല്ലേ? അത് ഞാൻ അവളോട് ചോദിച്ചു. ഓക്കെ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് സ്പീച്ചും ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, മറന്നിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എപ്പോഴും ഇഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഐ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ ലൈക്ഡ് ഡോഗ്സ്. ഞാൻ അവളോട് ചോദിച്ചു അവൾക്ക് ഡോഗ്സിനെ ഇഷ്ടമാണോ എന്ന്. കണ്ട, റിപ്പോർട്ട് ചെയ്യല്ലേ, നടന്നൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അവിടെ അങ്ങനത്തെ സംഭവങ്ങളിലും നമുക്ക് ഇഫ് ഉപയോഗിക്കാം. ഐ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ ലൈക്ഡ് ഡോഗ്സ്. ഗോട്ട് ഇറ്റ്? യെസ്, വെരി ഗുഡ്. And I will not give you this one ഇവിടെ. I will not give you this one even if you beat me. അപ്പൊ അതെന്താ മിസ്? ഒരു ഈവൻ ഇഫ്. ഞാൻ പറഞ്ഞ ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ, എന്നാൽ. ഈവൻ ഇഫ് പറഞ്ഞാൽ
എന്നാൽ പോലും, എങ്കിൽ പോലും ഒന്നും കൂടി അങ്ങോട്ട് എംഫസൈസ് ചെയ്യണം. ഓക്കെ, കുറച്ചും കൂടി ഒരു പ്രഷർ കൊടുക്കുക. അപ്പോഴാണ് എന്ത് പറയുന്നത്, ഈവൺ ഇഫ്, എന്നാൽ പോലും. അതായത് ഐ വിൽ നോട്ട് ഗിവ് യു ദിസ് വൺ ഈവൻ ഇഫ് യു ബീറ്റ് മീ. നീ എനിക്ക് രണ്ട് തന്നാ പോലും ഇത് തരുന്ന പരിപാടിയില്ല, ഇത് തരുന്ന പ്രശ്നമില്ല അല്ലേ, എന്നെ അടിച്ചാലും ഞാൻ നിനക്കിത് തരില്ല. ഈവൻ ഇഫ് you're gonna be very cold, you're gonna get very cold even if you put on 2 jackets. ഓക്കെ, നീ ഇപ്പൊ 2 ജാക്കറ്റ് ഇട്ടാലും തണുപ്പ് നന്നായി അനുഭവപ്പെടും. അപ്പോൾ ആ ഒരു എംഫസൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈവൺ ഇഫ് എങ്കിലും വെക്കാം. അപ്പൊ ഇഫ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈവൺ ഇഫ് എന്താണെന്നും കൂടി മനസ്സിലാക്കി ചേർത്ത് വെക്കും. ഒക്കെ ഒന്ന് തന്നെ കേട്ടോ. ഇനി അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. ചെറിയൊരു കാര്യം കൂടി പറയുന്നത്, ഇഫ് സോ ഇഫ് നോട്ട്. അത് നമ്മൾ കേട്ട് കാണും. ഇഫ് നോട്ട്, ഇഫ് സോ, ഇതൊക്കെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്നത്. എന്താ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചാല് ഇഫ് നോട്ട്, അങ്ങനെ അല്ലെങ്കിൽ, അങ്ങനെ അല്ലാച്ചാൽ നമ്മൾ പറയില്ല. അപ്പൊ അതിന് ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ. അപ്പൊ എങ്ങനെ, ഇപ്പോ ആർ യു ഇൻട്രസ്റ്റഡ് വർക്കിംഗ് അറ്റ് ഹോം, ആർ യു ഇൻട്രസ്റ്റഡ് വർക്ക് അറ്റ് ഹോം. ഓക്കെ, നിങ്ങൾക്ക് വീട്ടിൽ ജോലി ഇഷ്ടമാണോ? ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ പ്ലീസ് അറേഞ്ച് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടർ അറേഞ്ച് ചെയ്യൂ. സി, ആർ യു ഇൻട്രസ്റ്റഡ് അറ്റ് വർക്ക് ഹോം. ഇഫ് സോ അങ്ങനെയാണെങ്കിൽ പ്ലീസ് അറേഞ്ച് എ കമ്പ്യൂട്ടർ. ഇഫ് സോ, ഇഫ് നോട്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ഒരു ആക്സിഡന്റ് ഉണ്ടായി അവിടെ. ഓക്കെ, അപ്പൊ ഒരു ആൾക്കാരായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സും ആരായിക്കോട്ടെ. അപ്പൊ നമ്മൾ പറയണം, എടാ നിനക്ക് അത്രയും ധൈര്യം ഇല്ല ചെന്ന് പോകരുത് കേട്ടോ. അപ്പൊ യെസ്, ഇഫ് നമ്മൾ പറയണം യു ഹാവ് ഇനഫ് ബ്രെയിൻ, ഇഫ് നോട്ട് ഡോണ്ട് ഗോ ദെയർ. ഓക്കെ, നിനക്ക് അത്രയും ധൈര്യം ഉണ്ടോ, ഇല്ല ചെന്ന് പോകരുത്. അപ്പൊ ഇഫ് നോട്ട് ഉണ്ട് വെച്ചോ, ഇഫ് സോ, ഇതൊക്കെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഗ്രാമർ ബുക്ക് എടുക്കുക, ഷോർട്ട് നോട്ട് എഴുതുക. ഇഫ് സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെച്ചോ, അല്ലെങ്കിൽ ഇഫ് നോട്ട് അങ്ങനെ അല്ലെങ്കിൽ, ഈവൺ ഇഫ് എന്നാൽ പോലും, എങ്കിൽ പോലും, ഇഫ് എങ്കിൽ, അതുകൊണ്ട് എഴുതി വെക്കുക. പിന്നെ തരതരാ എക്സാമ്പിൾസിന്റെ എഴുതുക. ഞാൻ എപ്പോഴും പറയല്ലേ, നമ്മുടെ ഗ്രാമർ നോട്ട് എന്ന് പറയുന്നത് യെസ് നമ്മൾ സ്വന്തം എഴുതി നോട്ട് ബുക്ക് ആയിരിക്കണം. ഒരു ബോർഡിൽ നിന്നും ഒരു വെബ്സൈറ്റിൽ നിന്നും കോപ്പി ചെയ്ത നോട്ട്സ് ഉണ്ടാവരുത്. വാട്ട് എവർ യു ആർ അണ്ടർസ്റ്റാൻഡിങ്, വാട്ട് എവർ യു ആർ ഗ്രാസ്പിംഗ് ഫ്രം ദ ടീച്ചേഴ്സ്, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. That should be your notebook for grammar. Okay, ഒരിക്കലും ഒരു കോപ്പി നോട്ട്ബുക്ക് ഉണ്ടാവരുത്. സ്വയം ഉണ്ടാക്കിയ സൃഷ്ടിച്ച നോട്ട്ബുക്ക്, ഐ മീൻ ഗ്രാമർ ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആ ഗ്രാമർ ബുക്ക് എക്കാലം നിങ്ങൾക്ക് സൂക്ഷിക്കാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ മിസ്സിന്റെ ഒരു ഓർമ്മയില് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന എൻ്റെ എന്താ പറയുക ഗ്രാജുവേഷൻ, അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് കാലത്തോളം എൻ്റെ ഒരു കുഞ്ഞു ഗ്രാമർ ബുക്ക് ഉണ്ടായിരുന്നു. അത് പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രാമർ ബുക്ക്. ഈ പറഞ്ഞ പോലെ ഞാൻ കുഞ്ഞു നോട്ട് എഴുതിയത്. നമുക്കത് പിന്നീട് കാണുമ്പോൾ ഒരു കൗതുകവും കൂടിയാണ്. അപ്പോൾ അത് കാര്യമാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്, ഇഫിനെ കുറിച്ചാണ് പഠിച്ചത്. അറിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് ഇഫിന്റെ അർത്ഥം? എങ്കിൽ. ഓക്കെ, എങ്കിൽ, എന്നാൽ എന്നൊക്കെ ഈ ഇഫിന് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ എപ്പോഴാണ് ഉപയോഗിക്കുക, ഒരു പോസിബിലിറ്റീസ്, ഒരു കണ്ടീഷണൽ ക്ലോസസ്, ഇവിടെയൊക്കെ നമുക്ക് ഇഫ് ഉപയോഗിക്കാം. അതിന്റെ സാധ്യതയെ പുറപ്പെടുവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് ഉപയോഗിക്കുക. നമ്മൾ എക്സാമ്പിലൂടെ കടന്നുപോയി. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ ഗെറ്റ് ഗുഡ് മാർക്ക്. നീ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എങ്കിൽ ഗുഡ് മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ഈവൺ ഇഫ് എന്താണെന്ന് പരിചയപ്പെട്ടു. ഈ സെയിം സംഭവം തന്നെ കുറച്ചും കൂടി ഒന്ന് ഊന്നൽ നൽകിക്കൊണ്ട് പറയുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു, യെസ്, ഇഫ് സോ, ഇഫ് നോട്ട്, ഇത് കൂടെ ചേർത്തൊരു ആഡ് ഓൺ പോലെ ഇരുന്നോട്ടെ. ഓക്കെ, ഒരു സംശയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ, അങ്ങനെയല്ലെങ്കിൽ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ ചെറിയൊരു ക്ലാസ് ആണല്ലേ. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നിർബന്ധമായിട്ടും അടിപൊളി എക്സാമ്പിൾസ് ഒരു 10 വീതം എഴുതിക്കോളും, നോ പ്രോബ്ലം. ഓക്കെ, ആരൊന്നും പറയില്ല. സോ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.